24 ചാനലിൽ ജാമിദയുമായ ഒരു സംസാരത്തിന് ഞാൻ പോയിരുന്നു. ഇന്നത്തെ എന്താണ് അരുൺകുമാർ, അയാൾ തന്നെയാണെന്നും ആങ്കർ, ജനകീയ കോടതി. അവര് പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാന്ന് പലരും അന്വേഷിച്ച് മറുപടിയില്ല. പിന്നെ അയാള് 24 പോയി ഇപ്പൊ റിപ്പോർട്ടറല്ലോ എവിടെയോ ഉണ്ട്. ജനകീയ കോടതി തിരിച്ചു വന്നു. അത് ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോഴും നമ്മുടെ ആവശ്യം. അന്ന് ഈ ഇസ്ലാം വിട്ട ആ സ്ത്രീ സഹോദരി, പ്രിയപ്പെട്ട ജാമിദ, നമുക്കാരോടും വിരോധമില്ല, ഇസ്ലാമിനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആർഗ്യുമെന്റിൽ പറയുന്നത് എന്താ? ഈ മുസ്ലിയാര് പറയുന്നത് പോലെയല്ല ഖുർആൻ. ഖുർആനിൽ ഫദ്രിബു ഫൗക്കൽ അനാഖ് എന്ന് പറയുന്നുണ്ട്. കണ്ടാലുടൻ പെരടിക്ക് വെട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ അൻഫാലുണ്ട്. ഉടൻ തന്നെ ആങ്കറാകെ പെർപ്ലക്സ്ഡ്. അങ്ങനെ ഉണ്ടോ? നിങ്ങൾ പറ, വിശദീകരിക്കണമല്ലോ. ഒരുപാട് വാട്സാപ്പുകളിൽ, ഒരുപാട് ഇടങ്ങളിൽ, ഒരുപാട് തവണകളിൽ പലരും ഷെയർ ചെയ്യുന്ന കാര്യം, കണ്ടാലുടൻ പെരടിക്ക് വെട്ടാൻ ഖുർആൻ പറയുന്നു. യുദ്ധഭൂമിയിലെ നിയമമാണ്, യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടാലുള്ള നിയമമാണ്. കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടാൽ കണ്ടാലുടൻ പടി ഇവിടെയില്ലേ? യുദ്ധഭൂമിയിൽ തലോടലിന്റെ മസാജിങ് കഥ പറയണ്ടല്ലോ. വെട്ടാനാണ് പറയുന്നത്, പെരടിക്ക്. വാസ്തവത്തിൽ ഇസ്ലാമിൽ ഞാൻ വലിയ ആലിമേ അല്ല, ഞാൻ വിനയം പറയുകയുമേ അല്ല, എനിക്ക് എന്റെ യാഥാർത്ഥ്യം അറിയാം. പക്ഷെ ഈ ജാഹിലായ എന്നോട് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കാരുണ്യത്തിന്റെ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഇന്നത്തെ ഇൽമ വെച്ച് ഞാൻ പറയും ഫദ്രിബു ഫൗക്കൽ അനാഖ്, പെരടിക്ക് വെട്ടുക എന്നുള്ളതാണ് ഖുർആനിൽ ഏറ്റവും കാരുണ്യത്തിന്റെ ആയത്ത്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ പെരടിക്ക് വെട്ടുക എന്നുള്ളതിന്റെ താല്പര്യം അങ്ങനെയല്ലാതെ കൊല്ലുന്ന സംസ്കാരമുള്ള കാലത്തുള്ള വർത്തമാനമായിരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെയും ആൾക്കാരുണ്ടല്ലോ, കേരളത്തിൽ. കേരളം ഇല്ലെങ്കിൽ ഇവിടെ മനുഷ്യന്മാരുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ ഈ തൃശ്ശൂർ ഭാഗം ചേരമാൻ പെരുമാളിന്റെ മൊത്തം ഈ കേരളത്തിന്റെ മണ്ണ് ചാളക്യ ഡൈനാസി, പുലകേശൻ രണ്ടാമനായിരുന്ന രാജാവ്, ചരിത്രം ഉണ്ടെന്നു. അന്ന് ഇന്ത്യയില്ല, ഈ മണ്ണ് ഭരിച്ചത് ഹർഷവർദ്ധൻ. ഗുപ്ത മൗര്യ സാമ്രാജ്യത്തിന്റെ ഡൈനാസ്റ്റീസിന്റെ ആ ട്രാൻസ്മിഷൻ കാലാണ്. അന്ന് ഭൂമിയിലാകെ 12 കോടി മനുഷ്യർ, ഫിലിപ്പ് കഹിറ്റി പറയുന്നു. അമേരിക്കയിൽ മായന്മാർ, യൂറോപ്പിൽ പാകന്മാർ, ചൈനയൊക്കെ അന്ന് ഏറ്റവും വലിയ ബിംബാരാധനയുടെ നാടാണ്. അവിടെയൊക്കെ ഉണ്ടായിരുന്ന യുദ്ധഭൂമിയിലെ ശിക്ഷ എന്താ? ഇന്ത്യയിൽ മനുസ്മൃതി. ചില ശിക്ഷകൾ ഞാൻ പറയാം. ഒന്ന് തഴക്കീസ്, മറ്റൊന്ന് തസ്ലീബ്, ഗില്യൂട്ടിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മറ്റൊന്ന് തസ്ലീഹ്, തൊലിയുരിയൽ. ഈ കോഴീനെ കറക്കുന്ന ആൾക്കാരെ, അതൊരു കലയാണല്ലോ. കാലിന്റെ അവിടെ ഒരു വെട്ടുവെട്ടി വലിക്കലാണല്ലോ, മൊത്തം തോല് പൊളിഞ്ഞു പോരാൻ. അതേപോലെ ജീവനോടെ മനുഷ്യനെ എടുത്തിട്ട് നഖങ്ങളുടെ അവിടെ ചെറിയ ചെറിയ കട്ട് 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 കട്ട്, എന്നിട്ട് വിദഗ്ധരായ മുസല്ലിഹീങ്ങൾ, തൊലിയുരിയൽ കലാകാരന്മാർ പിടിച്ചു വലിക്കുന്നുണ്ട്. ഇഞ്ചിഞ്ചായി എന്ന് പറയാൻ പറ്റുമോ? രോമത്തിന് രോമം വെച്ച്, രോമാരോമം വെച്ച് കൊല്ലുകയാണ്, പടച്ചു മരിക്കുകയാണ്. വേറൊരു ശിക്ഷ എന്താ? ഇതൊക്കെ രേഖയാണ് ചരിത്രത്തിലെ. എണ്ണയിലിട്ട് പൊരിക്കുക. അൽഫാമും ഷബായയും മനുഷ്യന്റെ ഉടൽ കൊണ്ടുണ്ടാക്കൽ ശിക്ഷയായി നടന്ന കാലമായിരുന്നു ആ കാലം. വേറെ ശിക്ഷ എന്താ? ജീവനോടെ കുരിശുമ തറക്കുക. റോമിലൊക്കെ അതായിരുന്ന ശിക്ഷ. ഈജിപ്തിലേതായിരുന്ന ശിക്ഷ. ജീവനോടെ കുരിശുമൽ തറക്കുക, തസ്ലീബ് ചെയ്യുക. മറ്റൊന്ന് മുസ്ലത്ത്, ചിത്രവധം എന്ന് പറയും. എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് വെട്ടുക. ചിലപ്പോ കണ്ണ് വെട്ടും, കാത് വെട്ടും, കൈ വെട്ടും, കാല് വെട്ടും, പള്ളക്ക് വെട്ടും, എവിടെയും വെട്ടും. ഒരു നിയമമില്ല. അല്ല, വിപരീത ദിശയിൽ നിന്ന് വെട്ടുക. ഇടത്തെ കാല് വലത്തെ കൈ, അല്ല വലത്തെ കാല് ഇടത്തെ കൈ, വലത് കണ്ണ് ഇടത് കാത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. യുദ്ധഭൂമിയിൽ പിടിക്കപ്പെടുന്ന പ്രതിയെ കലാപരമായും കൊല്ലുന്നൊരു കാലത്ത് ഖുർആൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിയമമൊത്താൽ മാത്രമേ പ്രതിരോധത്തിന് വേണ്ടി. ചിലർ പറയും ഫതുഹുൽ മുഈനിൽ ജിഹാദിന് പറയുന്നില്ലേ, സൈനിക പരേഡ് നടത്തണം എന്നാണ് പറയുന്നത്.
റിപ്പബ്ലിക് ഡേയിൽ നമ്മൾ നടത്തുമല്ലോ സൈനിക പരേഡ്, ശക്തി കാണിക്കാൻ. ആവശ്യം വന്നാൽ ഈ മെസ്സേജ് കൈമാറുകയാണ്. നിങ്ങൾ യുദ്ധഭൂമിയിൽ പ്രതിയോഗിയെ കൊല ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ തൊലിയുരിഞ്ഞു കൊല്ലരുത്, കുരിശിൽ തറച്ച് കൊല്ലരുത്, എണ്ണയിലിട്ട് മുക്കിപ്പൊരിച്ച് കൊല്ലരുത്. ഒറ്റ വെട്ടിന് കാര്യം സാധിക്കുന്ന വിധം പരമാവധി വേദന കുറച്ചുകൊണ്ട് കൊല്ലണം. അതാണ് ഫദ്രിബു ഫൗകൽ അനാഖ്. ഞാൻ വെറുതെ പറയുകയാണോ? അത് കാഠിന്യത്തിന്റെ ആയത്തല്ലല്ലോ, അത് കാരുണ്യത്തിന്റെ ആയത്തല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിലെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പരിച്ഛേദം പ്രഖ്യാപിക്കപ്പെട്ട വചനമേതെന്ന് ചോദിച്ചാൽ അതിൽപ്പെട്ടൊരു വാചകമാണ് പെരടിക്ക് വെട്ടിയെ കൊല്ലാവൂ എന്ന്. സമയായില്ലേ? നമ്മളിതിങ്ങനെ പറഞ്ഞു പോകുമ്പോഴൊരു പ്രശ്നം ഇതാണ്, സമയം ഇങ്ങനെ ചാടി ചാടി അങ്ങ് പോകും. ഇനി ഞാൻ പ്രശ്നം ഇത് തന്നെ, ബുഖാരി ഉസ്താദും കൂടെ ഉണ്ട്. ഈ ബാക്കി ഉസ്താദ് കാണിച്ച ഒരു വാട്സാപ്പിൽ വന്ന ചോദ്യങ്ങളാണ്. വിവാഹത്തിന്റെ കാര്യം ഇപ്പം മെനിയാന്നെങ്ങാനും നമ്മുടെ എന്താണ് റിമ കല്ലിങ്കൽ അല്ലേ, ഒരു പാട്രിയാർക്കി സിസ്റ്റമാണ് കല്യാണം എന്ന് പറഞ്ഞു. മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും യതഖാറബു ഫീഹി സമാൻ ആണെങ്കിലും ഒറ്റ കാര്യത്തിൽ ഒന്ന് വന്ദിപ്പാണ്, കല്യാണപ്രായം. അതിൽ തഖാറബ് കുറവാണ്, പിന്തിയാണ് വരുന്നത്. കല്യാണമേ വേണ്ട എന്നുള്ള വാദം ഒരു ഭാഗത്ത്, ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് പറയുന്ന വാദം വേറൊരു ഭാഗത്ത്. നേരത്തെ ബുഖാരി ഉസ്താദ് സൂചിപ്പിച്ച തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ ഭാഗമായിട്ട് കൂടി വരുന്നു. അതുമാത്രമല്ല, അതിന്റെ ഭാഗമായിട്ട് കൂടി വരുന്നു സ്വവർഗ വിവാഹങ്ങൾ മറ്റൊരു ഭാഗത്ത്, ലെസ്ബിയൻ കപ്പിൾസ്, ഗേ കപ്പിൾസ് ഒക്കെ വരുന്നു. അതിലൊന്നും വിവാഹത്തിനാർക്കും പൊതുസമൂഹത്തിന് ദണ്ഡമില്ല. അതൊക്കെ ചിന്തിക്കണം. പെണ്ണുമാണ് കല്യാണം കഴിക്കുന്നത്, അതൊക്കെ. ആണോ കല്യാണം കഴിക്കുന്നത്, അതും ഓക്കെ. ഇനി ഹെട്രോ ജെൻഡർ ആണ്, ക്രോസ് ജെൻഡർ ആണ്, ആണും പെണ്ണുമാണ് കല്യാണം, അത് കുറച്ച് ചിന്തിക്കാണ്ട് കേട്ടോ. നോക്കൂ, ഈ കല്യാണം വേണ്ട എന്ന ഒരു ക്യാമ്പയിന്റെ പിന്നിലുള്ള വികാരം എന്താ? നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇനി വാസ്തവം അങ്ങനെ തന്നെയാണെന്ന് വെക്ക്. ഞങ്ങളുടെ ഉസ്താദന്മാരുടെ ഭാഷയിലൊരു പ്രയോഗമുണ്ട്, വലോ സുല്ലിമാ. അങ്ങനെയല്ല, നിങ്ങൾക്ക് സമാധാനത്തിന് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു തരാം. എന്നാൽ തന്നെ ആ ഒരു തോന്നലുണ്ടാവുന്ന ഏജ് എത്രയാ? എനിക്ക് ഒറ്റക്ക് ജീവിക്കണം, ഒറ്റക്ക് പാർക്കണം എന്നൊരാണിന്, സിംഗിളായി സ്റ്റേയിങ് സിംഗിൾ ഫീൽ എന്നൊരു തോന്നലാണിനും പെണ്ണിനും ഉണ്ടാകുന്ന ഏജ് എത്രയാണെന്നറിയോ? ഏറി വന്നാൽ ജരാനര ബാധിക്കുന്നവരെ, മെറ്റബോളിസം കുഴങ്ങുന്നവരെ, ഒരു 40 വയസ്സെന്നൊക്കെ പറയാം. പിന്നെ ഏകാന്തത അനുഭവപ്പെടും, ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാവും. ഈ വിഗറിങ്ങിന്റെ ഇലക്ട്രിഫൈങ് ഏജ് അത് കഴിഞ്ഞു. ഹോർമോൺ ഉൽപാദന കാലം കഴിഞ്ഞു. ഒറ്റക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ഒറ്റക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതിനപ്പുറം മനുഷ്യനൊരു ആശയജീവിയല്ലേ, കേവലം ജൈവിക ജീവി മാത്രമല്ല. മനുഷ്യന് മാനസികമായ ചില സംതൃപ്തികൾ കിട്ടേണ്ടതുണ്ട്. ഞാൻ എന്തിനാണ് ഒറ്റത്തടിയായി പൂക്കാത്ത മരമായി ഇവിടെ ബാക്കിയായത്? തോന്നല് വരും. എനിക്കൊരു തുണ വേണം, തോന്നല് വരും. മനുഷ്യന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, പ്രകൃതിദത്തമായ ജൈവിക വാസനയാണ്. സന്താനോൽപാദനം ഉണ്ടാകണം. സൂചനയിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സമയക്കുറവുണ്ട്. ഈ നിരീശ്വരവാദികൾ, ഇത്തരം കൺസെപ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ലിബറലിസ്റ്റുകൾ, അവര് പടച്ചവനില്ല, അല്ലാഹു ഇല്ല, അല്ലാതെ പ്രപഞ്ചം സാധ്യമാണ് എന്നത് പറയാൻ ഉപയോഗിക്കുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്, പരിണാമവാദം, നാച്ചുറൽ സയൻസ്. ഞാൻ അതിലേക്ക് പോകുന്നേ ഇല്ല. ആ പരിണാമവാദപ്രകാരം മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ? അവര് പരിചയപ്പെടുത്തുന്ന പരിണാമവാദപ്രകാരം മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ? അതിജീവനവും സന്താനോൽപാദനവും, സർവൈവറിംഗ് ആൻഡ് പ്രൊക്രിയേഷൻ എന്ന് പറയും. ഇപ്പൊ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ സന്താനോൽപാദനം നടത്തിയിട്ട് അടുത്ത തലമുറയെ ജനിപ്പിക്കാനാണ് എന്ന് തത്വശാസ്ത്രപരമായി പ്രചരിപ്പിക്കുന്ന അതേ കക്ഷികളാണ് വേറെ രീതിയിൽ വന്നിട്ട് വിവാഹം വേണ്ട എന്ന് പറയുന്നത്.
ആ വിവാഹം വേണ്ടെന്ന് വെക്കുന്ന കൾച്ചർ, അത് ഏത് നടി പറഞ്ഞാലും സെലിബ്രിറ്റി പറഞ്ഞാലും അതൊരു വ്യക്തിയുടെ തോന്നൽ മാത്രമാണ്. ഒരു ഏജ് ലിമിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു പറയും. മറ്റൊന്ന്, വിവാഹം വേണ്ട, പക്ഷെ എന്ത് വേണം? ലൈംഗികത വേണം. അതല്ലേ ഈ പറയുന്നത്? ലൈംഗികത വേണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ. പിന്നെ എന്താ വേണ്ടാത്തത്? രേഖയിൽ ഒപ്പിടാൻ പാടില്ല. രേഖയിൽ ഒപ്പിടുമ്പോഴേക്ക് പ്രശ്നമാണ്. ലീവിങ് ടുഗദർ പറ്റും, ഡയറ്റിങ് പറ്റും, എന്തൊക്കെ പഴയ കാലത്തെ സിസ്റ്റങ്ങൾ. എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണത്. ജാഹിലിയ കാലം മാത്രമല്ല, പഴയ പുരാതന ഗോത്രകാലത്തുണ്ടായിരുന്ന വൃത്തികേടിലേക്ക് ഇനിയും 21-ാം നൂറ്റാണ്ട് എത്തിയിട്ടില്ല, എത്തുകയേ ഉള്ളൂ, എത്തിയിട്ടില്ല. അപ്പൊ എല്ലാ ഒരുവിധം ലൈംഗിക സഹജീവനങ്ങളും വേണം. ഒറ്റത്തടിയായൊന്നും നിൽക്കാൻ പറ്റില്ല. അത് ഹോട്ടലിലാവാം, മുറിയെടുത്താവാം, പാർക്കിലാവാം, എവിടെയുമാവാം. പക്ഷേ എന്ത് പാടില്ല? ഇത് രേഖ വരുന്ന, സാക്ഷികൾ വരുന്ന, ബാധ്യതയാവുന്ന, ഉത്തരവാദിത്തമാവുന്ന, പവിത്രമായ കരാറാവുന്ന വിവാഹം ആകാൻ പാടില്ല. ഇതെന്ത് യുക്തിയാ എന്ന് പറഞ്ഞാൽ, ഇവിടെ വിവാഹം വേണ്ട, ലൈംഗികത മതി എന്ന് പറയുന്നത് കൂടുതൽ സ്ത്രീ വിരുദ്ധ പരാമർശമല്ലേ? വിവാഹത്തിലൂടെയാണ് ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന മതപക്ഷത്തിന്റെ, ഇസ്ലാമിന്റെ വാദമാണോ കൂടുതൽ സ്ത്രീകൾക്ക് സൗകര്യം? ഇനി അതല്ല, അതത് കാലത്ത് തോന്നിയവർക്ക് കയറിമേയാവുന്ന പൊതുവളപ്പായി അതത് താൽക്കാലിക സമയത്തെ സംതൃപ്തിക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കാം. പക്ഷേ രേഖയിൽ വരരുത് എന്ന് പറയുന്ന തെറ്റായ ആർഗ്യുമെന്റ് ആണോ? ഫീമെയിൽ ഫേവർ കൂടുതൽ എന്തിനു പറയണം? ഇസ്ലാം അതിൽ കൃത്യമായി പറയുന്നു. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഖുർആന്റെ ഒരു വാക്കുകൂടി നിങ്ങൾ നോക്കേ. ഇപ്പോ ഒരു ത്വലാഖ് എടുക്ക. നിങ്ങൾ ഖുർആൻ പറയുന്ന, ഇസ്ലാം പറയുന്ന ഇവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. വേറെ കൾച്ചർ സ്വാധീനിക്കുകയാണ്. ഇംസാക്കും ബി മഅറൂഫ് ഔ തസ്രീഹും ബി ഇഹ്സാൻ. രണ്ട് വാക്കാണ് ഖുർആൻ വിവാഹത്തെയും ത്വലാഖിനെയും കുറിച്ച് പറയുന്നത്. ഭർത്താവിനോട് പറയുന്നത് പോലെയാണ് അതിന്റെ ഒരു കിടപ്പുള്ളത്. ഇംസാക്കും ബി മഅറൂഫ്, ഒന്നുകിൽ നല്ല നിലക്ക് കൊണ്ടു നടക്കുക, നല്ല നിലക്ക് ജീവിക്കുക, അല്ലെങ്കിലോ ഔ തസ്രീഹും ബി ഇഹ്സാൻ. ഇത്തരം തെറ്റായ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്ന സെലിബ്രിറ്റികൾ വിവാഹമോചനത്തിന് ശേഷം എന്തേ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത്? പഴയ ഭർത്താവിനെതിരെ ബലാത്സംഗ ആരോപണം വരെ, കോടികൾ കട്ട ആരോപണം. ബന്ധം വേർപ്പെടുത്തിയ ഭർത്താവിനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കയറ്റാൻ വേണ്ടി മത്സരിക്കുന്ന ഭാര്യമാർ, ബന്ധം വേർപ്പെടുത്തിയ ഭാര്യയെ ഒരു നിമിഷമെങ്കിലും സമൂഹ മധ്യ അപമാനിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഭർത്താക്കന്മാർ, ഇതല്ലേ ഇവിടെ നടക്കുന്നത്? അവിടെയാണ് ഖുർആൻ പറയുന്നത് ഔ തസ്രീഹും ബി ഇഹ്സാൻ. നിങ്ങൾക്കിനി ഒത്തുപോവുക സാധ്യമല്ലെന്ന് വന്നാൽ, മാനസികമായോ ശാരീരികമായോ പോറലോ പരിക്കോ ഏൽക്കാത്ത വിധം തന്ന കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കുക. ഒരു വിവാഹത്തിന്റെ പാട്ട് പാടിയാലും കഥ പറഞ്ഞാലും വില്ലൻ കഥാപാത്രമാണല്ലോ അമ്മോശൻ കാക്ക. അമ്മായിമാനെ പറ്റി പാട്ടൊക്കെ വരും. അപ്പങ്ങൾ എമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി, പാട്ടുണ്ട്. എന്തേ അമ്മായി അച്ഛനെ കുറിച്ച് പാട്ടില്ലാത്തത്? അതൊരു നെഗറ്റീവ് കഥാപാത്രമാണ്, ഒരു മുടക്കിയാണ് മലയാള വിവാഹ സങ്കല്പങ്ങളിൽ. പക്ഷെ ഖുർആൻ പറയും, നോക്കൂ, വിവാഹത്തിന്റെ നിക്കാഹ് നടക്കുമ്പോൾ ഏറ്റവും കരയുന്ന ഒരു വ്യക്തിയുണ്ട്, മനസ്സാ കരയുന്ന ഒരു വ്യക്തി. പെണ്ണിന്റെ ബാപ്പയാണ്, അമ്മോശനാണ്. കാരണം എന്താ അറിയോ? ഈ കുഞ്ഞുമോളെ അടുത്ത് കിടത്തിയിട്ട് മതിയായിട്ടില്ല, ഉമ്മ വെച്ചിട്ട് മതിയായിട്ടില്ല, പോറ്റിയിട്ട് മതിയായിട്ടില്ല, കൂടെ കൊണ്ടു നടന്നിട്ട് മതിയായിട്ടില്ല, മോളെ എന്ന് വിളിച്ചിട്ട് മതിയായിട്ടില്ല. പക്ഷേ ജീവിതമല്ലേ, ശരീരമല്ലേ, മനസ്സല്ലേ, ആവശ്യമല്ലേ, കുടുംബമല്ലേ, വിവാഹം ചെയ്ത് കൊടുത്തല്ലേ പറ്റൂ. അപ്പൊ ഈ പുതിയാപ്പിളയുടെ കൈ പിടിച്ചിട്ട് ഏൽപ്പിക്കുമ്പോ ഒരു മനസ്സിന്റെ ഒരു മനോവികാരമുണ്ട്. മോനെ, ഇതെന്റെ മോള, പോറ്റി മതിയായിട്ട് തരുന്നതല്ല, കൊണ്ടു നടക്കാൻ തരുന്നയാണ്, കൊണ്ടു നടക്കാൻ തരുന്നയാണ്. നിന്റെ ആവശ്യവും ആവേശവും കഴിഞ്ഞിട്ട് മെന്റലി ട്രോമയിലാക്കിയിട്ട് ഒഴിവാക്കരുത്. അപ്പോ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന കാദി അല്ലെ ഉസ്താദ് പറയും, അല്ലെ ഖുത്ബ ഓതുന്ന ഉസ്താദ് പറയും ഈ വാക്ക് ഔ തസ്രീഹും ബി ഇഹ്സാൻ. എടാ പുതിയാപ്പിളെ, നോക്കാൻ പറ്റാത്ത കാലം വരുമ്പോ തന്നതുപോലെ ഫ്രഷായി എന്റെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കണേ. ഇതാണ് ഇസ്ലാമിലെ നിക്കാഹ്. ഈ നിക്കാഹ് വേണ്ടെന്നാണ് അവര് പറയുന്നതെങ്കിൽ അവരോടല്ലേ പറയേണ്ടത്, നിങ്ങളുടെ വാദം വേണ്ട. അതിന് അടുത്തതിന്റെ ബുഖാരി ഉസ്താദ് പറയും,
സ്ത്രീ ഫേവറായ തെറ്റിദ്ധാരണയാണ് പറയുന്നത്. മറ്റൊരു സംഗതി കൂടി നോക്ക്. പെൺകുട്ടികളുടെ സ്വത്ത് ചിലപ്പോൾ ചോദിക്കണമെന്നുണ്ടാവും ബേക്കറിയുള്ളവർക്ക്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പിതാവിന് പെൺകുട്ടികൾക്ക് സ്വത്ത് കൊടുക്കാനുള്ള ഇസ്ലാമിൽ മാത്രം പറയുന്ന കുറെ വകുപ്പിൽപ്പെട്ട ഒരു വകുപ്പാണ് അനന്തരത്വം. സക്കാത്ത് കൊടുക്കാം, സദക്ക കൊടുക്കാം, ഹിബത്ത് കൊടുക്കാം, വസിയ്യത്ത് ചെയ്യാം, പലതും ചെയ്യാം. സന്തോഷത്തിന് എത്രയും ഭവനും കൊടുക്കാം, പൊന്നും കൊടുക്കാം, കാറും കൊടുക്കാം, തോട്ടവും കൊടുക്കാം, സകലതും കൊടുക്കാം. അതൊക്കെ ജീവിതകാലത്ത് ചെയ്യാവുന്നതാണ്. ഇനി അനന്തരത്വത്തിലേക്ക് വന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമിന്റെ പൊതുവായ നിയമം പെണ്ണിന് പുരുഷന്റെ പകുതിയേ ഉള്ളൂ എന്നുള്ളതാണ്. അത് പുരുഷൻ സമ്പത്തും കൊണ്ടുപോകാനല്ല. ഇസ്ലാമിൽ ഖിവാമ ആണിനാണ്. ഒരു ഭാര്യയും ഭർത്താവ് 2 മക്കളും. മക്കൾക്ക് പനിച്ചു. ഭാര്യന്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ട്, ഭർത്താവിന്റെ അക്കൗണ്ടിൽ ഗൾഫിൽ നിന്ന് ക്യാൻസലായി വന്നാണ്, 0 ബാലൻസ് ആണ്. എങ്കിലും ഇസ്ലാമിന്റെ ചോദ്യം ഈ ബാപ്പയോടാണ്, എന്ത് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നുള്ളത്. ഭാര്യന്റെ 10 ലക്ഷം തരാം, തരാതിരിക്കാം, ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം, നിയമമില്ല. പൈപ്പിലെ വെള്ളം തീർന്നു, കിണറ്റിൽ വെള്ളമില്ല, മീൻ അവസരമാണ്, കുടിവെള്ളമില്ല. ഭാര്യയുടെ കയ്യിൽ പൈസയുണ്ട്, ഭർത്താവിന്റെ കയ്യിൽ 5 പൈസയില്ല. ഇസ്ലാമിന്റെ ചോദ്യം, എടാ കെട്ടിയ ഭർത്താവേ, പിതാവേ, മക്കൾക്ക് വെള്ളം കൊടുക്ക്, ഭാര്യയ്ക്ക് വെള്ളം കൊടുക്കുന്നതാണ്. അതിനാണ് അറബിയിൽ ഖിവാമ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി, നോട്ട് എ പ്രിവിലേജ്. അതുകൊണ്ട് പുരുഷന് കുറച്ചധികം കൊടുക്കണമല്ലോ. എന്നാലും നോക്ക്, ആകെ കോണ്ടക്സ്റ്റ് നിങ്ങൾ എന്നെ കേട്ടാ മതി, നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ആണും പെണ്ണും ഇസ്ലാമിൽ അനന്തരത്വം എടുക്കുന്ന കോണ്ടക്സുകൾ ആകെ 34 ആകെ 34 കോണ്ടക്സ്റ്റ്. ആങ്ങള പെങ്ങള്, മകന് മകള്, ഭാര്യ ഭർത്താവ്, ഉപ്പ ഉമ്മ, വല്യപ്പ വല്യമ്മ, സഹോദരൻ സഹോദരി, എല്ലാ ബന്ധങ്ങളും ചേർത്തിയാൽ 34 കോണ്ടക്സ്റ്റ്. അതിൽ 5 സന്ദർഭങ്ങളിലാണ് പുരുഷന് പെണ്ണിന്റെ ഇരട്ടിയുള്ളത്. 11 സന്ദർഭങ്ങളിൽ ബറാബർ തുല്യാണ്. 14 സന്ദർഭങ്ങളിൽ പെണ്ണിന് കൂടുതലാണ്, പുരുഷന് കുറവാണ്. 25, 5, 30 4 സന്ദർഭങ്ങളിൽ പെണ്ണിനെ ഉള്ളൂ, ആണിനില്ല. ഒന്നുകൂടി പറയാം. 5 സന്ദർഭങ്ങളിൽ ആണിന് ഇരട്ടി, പെണ്ണിന് പകുതി. 11 ഇടങ്ങളിൽ ബറാബർ തുല്യം. 14 ഇടങ്ങളിൽ പെണ്ണിന് കൂടുതൽ, ആണിന് കുറവ്. 4 ഇടങ്ങളിൽ ആണിനില്ല, പെണ്ണിനെ ഉള്ളൂ. പക്ഷെ അത് സ്പെഷ്യൽ കേസുകളാണ്. ജനറലി ഒരു പൊതുതത്വം എന്താണ്? പെണ്ണിന് ആണിന്റെ പകുതിയെ വേണ്ടൂ എന്നുള്ളതാണ്. പെണ്ണിന് ആണിന്റെ പകുതിയെ കിട്ടൂന്നല്ല. ഇസ്ലാമിക് ഫാമിലി സിസ്റ്റം ആണെങ്കിൽ പെണ്ണിന് ആണിന്റെ പകുതിയെ വേണ്ടൂ, അതാണ് പറയുന്നത്.